രാവിലെ പണി പറഞ്ഞിട്ട് ഇറങ്ങുക. എവിടെയാണെന്ന് എന്താണെന്ന് പണി ആരും ചോദിക്കാറൊന്നുമില്ല കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കഞ്ചിക്കോട് സൈറ്റ് കേട്ടോ. പാലക്കാടൊക്കെ നല്ല ചൂടല്ലേ, ഇത്തിരി തണുപ്പത് 2-3 ദിവസം പണി കിട്ടി. ചില്ലറ പണിയാണ്, പക്ഷെ നല്ല ഡേഞ്ചറാണ്. 2-ാം നിലയിൽ കണ്ടില്ലേ, ചാരമൊക്കെ ഇട്ടിട്ടുള്ളായിരുന്നു പണി. നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടാണ്. കഞ്ചിക്കോട് ഭാഗമല്ലേ, പൊതുവെ നല്ല ചൂടായി. ഞങ്ങൾ 2 ഉണ്ടായിരുന്നുള്ളൂ. സമാധാനത്തിൽ മെല്ലെ 2 ദിവസം പണിയെടുത്തു. അത് കഴിഞ്ഞ് മെല്ലെ ചായ കുടിക്കാനൊക്കെ ഇറങ്ങി. നല്ല ചൂടല്ല, റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ ചൂട് അങ്ങനെ പൊങ്ങുകയാണ്. ചായക്കടി പോയിട്ട് അത് എന്താ വേണ്ടത് കഴിച്ചു. പിന്നെ നാരങ്ങ സോഡയാണ് അപ്പോഴും ഓർഡർ ചെയ്യാറ്. നാരങ്ങ സോഡ വാങ്ങി. അത് വന്നു കഴിഞ്ഞാൽ സൈറ്റിലേക്ക് നോക്കുമ്പോൾ സൈറ്റിൻ്റെ അവിടെ ഒരു തണുപ്പ് പോലും ഇല്ല. പിന്നെ ആകെയുള്ള സമാധാനം എന്ന് പറയുന്നത് ഇതാണല്ലേ, ഒരു ബോട്ടിൽ വെള്ളം ഞങ്ങൾ എടുത്ത് വെക്കും രാവിലെ തന്നെ. പിന്നെ അതിൻ്റെയൊക്കെ സൈഡൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം അതൊരു ലെവലാക്കി. എന്നിട്ട് ചോട്ടിൽ സ്റ്റെയർ കേസൊക്കെ അടിക്കാണ്ടായിരുന്നു. അങ്ങോട്ട് വന്നു. അവിടെ വരുമ്പോൾ ഒരു തണുപ്പുമില്ല, കാണില്ല. അതിന് 2 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ 2 കൊണ്ട് ഇത് സൈഡൊക്കെ വെച്ച് വീണ്ടും നമ്മൾ ചായ കുടിക്കാൻ. പിറ്റേ ദിവസം നാരങ്ങ സോഡ കൂടെയുള്ള ആൾ ചായ കുടിച്ചു. പിന്നെ അതിന് ഷീറ്റൊക്കെ ഇട്ട് അതിൻ്റെ സൈഡൊക്കെ വെച്ച് കട്ട് ചെയ്തു. ഷീറ്റിൽ ഓയിൽ അടിക്കണം, അവിടെ കോൺക്രീറ്റ് ഒക്കെ പൊട്ടിക്കാണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്നു. പിന്നെ കോൺക്രീറ്റ് പൊട്ടിക്കണ മെഷീൻ കൊണ്ടുവന്നു. അത് അതിന് ആളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിനൊക്കെ ഞാൻ പൊട്ടിച്ചു. ഓയിൽ അടിക്കാനും ആളുണ്ട്, അതൊക്കെ ചെയ്തു. അതെല്ലാം കറക്റ്റാക്കി. പിന്നെ പിറ്റേ ദിവസം വന്ന് കമ്പിപ്പണിയൊക്കെ ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടേ സൈഡൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് സമയമായി. അപ്പം മേലെ കോൺക്രീറ്റിനെ 2-3 നാളിൽ വിട്ടിട്ട് ഞങ്ങൾ ചുവട്ടിൽ കമ്പി കെട്ടാനൊക്കെ തുടങ്ങുന്നുണ്ടല്ലേ. 12-10 കേട്ടോ കമ്പി. 4 അടി വീതിയുണ്ട്. ഫ്ലാറ്റ് വർക്കില്ല. അപ്പം മേലെ നമ്മുടെ ആൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളിനെ ഒറ്റയ്ക്ക് വിട്ടിരിക്കണേ. ആൾക്കാണെങ്കിൽ ഇരുന്ന് തിരിയാനൊന്നും സമയം കിട്ടില്ല, കണ്ടില്ലേ. മേലെ സംശയമില്ല, 2-ാം നിലയിൽ മേലെയല്ലേ. അപ്പോഴേക്കും ഞാൻ ചുവട്ടിലത് സൈഡൊക്കെ വെക്കേണ്ട ആസ്വലയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി സൈഡൊക്കെ അടിച്ചു വെച്ചു. പിന്നെ നമുക്കിതിൽ സൈഡ് വെച്ച് അവർ വരുമ്പോഴേക്ക് വേഗം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി സൈഡ് വെക്കലൊക്കെ തുടങ്ങി കേട്ടോ. സൈഡൊക്കെ വെച്ച് ഇതാ ഫുള്ളായി. ഏകദേശമായി ഒക്കെ ഒന്ന് നനച്ച് കോൺക്രീറ്റ് ചെയ്യാൻ സമയം 5 മണി കഴിഞ്ഞു കേട്ടോ. സൈഡ് വെച്ച് കഴിയുമ്പോൾ 5 മണിയായി. ഇപ്പോൾ ഒന്ന് നന്നായി നനച്ച് വിട്ട് കവറിംഗ് ബ്ലോക്കൊക്കെ വെച്ചു സെറ്റാക്കി. പിന്നെ കോൺക്രീറ്റ് ആണ് കേട്ടോ. കോൺക്രീറ്റ് തുടങ്ങി പണി കഴിയുമ്പോൾ 7 മണി കഴിഞ്ഞിട്ടോ. വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടില്ലാണ്ടില്ല. ഏറ്റവും മേലെ എത്തുമ്പോൾ തന്നെ സമയം 7:30 നമ്മളൊന്ന് കണ്ടാലേ അറിയില്ല, അമ്മാതിരി ഇരുട്ടായി. പിന്നെ എന്താ ആയുള്ള വെളിച്ചം എന്ന് പറഞ്ഞത്, റോട്ടിൽ നിന്ന് ഇത്തിരി വെളിച്ചം ഇങ്ങനെ കിട്ടുമായിരുന്നു. റോട്ടിലെ NH സൈഡുള്ള ലൈറ്റ് പാതവിളക്കിൻ്റെത് എങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ അതിന് തീർത്തു കേട്ടോ. നന്നായി വൈബ്രേറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പണി കഴിയുമ്പോൾ 7:30 കഴിഞ്ഞു. നല്ല ഇരുട്ട്. എന്താ രാത്രി പണിയെടുക്കുമ്പോൾ നല്ല സുഖമൊക്കെ ഉണ്ട് കേട്ടോ. പണി അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ആയി. നൈറ്റ് പണിയൊന്നും കാണില്ല. ഓക്കെ, ബൈ.